അപ്പോൾ ഇന്ന് എന്നാ സംസാരിക്കാൻ പോകുന്നത്? ബാത്റൂം വാട്ടർ പ്രൂഫിങ് ഇഷ്യൂസ് വന്നിരുന്ന ഇഷ്യൂസ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനീറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടായിരുന്നു. ഇയാൾ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല. പുള്ളി വിളിച്ച് ഇങ്ങനെ സുനീർ ഫ്രണ്ടിൻ്റെ വീടൊന്നും അല്ലടോ അത് സംഭവം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ പെയിൻറ് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. പെയിൻറ്ററാണ് അങ്ങനത്തെ പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വന്നത്. അതായത് വാട്ടർ പ്രൂഫ് ചെയ്തത് പുള്ളിക്കാരനാണ്. ഈ ടോയ്ലറ്റ് വാട്ടർ പ്രൂഫ് ചെയ്തത് ഈ പെയിൻറ്ററാണ്. അവിടെ ടൈൽ ഒട്ടിച്ച സമയത്ത് ഈ ടൈൽ ഇളകി വീഴുവാണ്. അപ്പോൾ ഓൾറെഡി ക്ലയൻറ്റ് പറഞ്ഞു, ഈ ടൈലിട്ട ആളുകളെടുക്കൽ ഇത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് കറക്റ്റായിട്ടാണ് ചെയ്തത്, ഇത് വാട്ടർ പ്രൂഫ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്, ടോയ്ലറ്റിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ ടൈൽസ് പിടിക്കൂല എന്ന് പറഞ്ഞു. അപ്പം ഇത് മൊത്തം ഇവൻ്റെ തലയിലായി. അപ്പോൾ ഇവൻ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ അടുക്കൽ ഇങ്ങനെ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ല, അത് ഞാൻ പറഞ്ഞ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. കാര്യം നമ്മളിതെല്ലാം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ്, നിങ്ങളെ വീട് ഉൾപ്പെടെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ അദസീവ് ഉപയോഗിച്ചിട്ടാണ് ടൈൽസ് ഒട്ടിക്കുന്നത്. അത് വേറെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പുള്ളി ഞങ്ങളുടെ വർക്കറാണ്. എനിക്ക് 1.5 വർഷം കഴിഞ്ഞിട്ട് ഇളകി വീണേ. അതെ, പെട്ടെന്നല്ല. ഈ എപ്പോഴും ഒരു പണിക്കാരൻ മറ്റൊരു പണിക്കാരൻ്റെ തലയിലേക്ക് ഇത് ചാർത്തി കൊടുക്കുമല്ലോ. അതെ, ആരും ഒന്നും അറിയാതെ മറ്റൊരാൾക്കിട്ട് പണി കൊടുക്കാനുള്ള ഒരു നെട്ടോട്ടമാണ്. അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം അതാണ്. അതെ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമലി ടൈൽ വാട്ടർ പ്രൂഫ് ചെയ്തു, ടൈൽ ലേ ചെയ്യുന്ന പോലെ ലേ ചെയ്തു, ഗം ഉപയോഗിച്ചാണ് ലേ ചെയ്തത്. പിന്നെ 12/8 ആണെന്ന് തോന്നുന്നു സൈസ് പറഞ്ഞത്. അപ്പോൾ നിരത്തിൽ ഉപയോഗിക്കുന്ന ബാത്റൂം വാൾട്ടൈലാണ്. ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു വലിയ ടൈലാണെന്ന് വിചാരിച്ചത്. ഈ 12/8 ആണ് ഇളകി വീഴുന്നത് അല്ലേ? അല്ല, അപ്പോൾ സോറി, 18 വന്നിട്ടുണ്ട്. 12/8 അല്ല, ബേസിക് സൈസ് വാൾട്ടൈൽ. അത് ഇളകി 1.5 വർഷത്തിന് ശേഷമാണ് ഈ സംഭവിക്കുന്നത്. സംഭവിച്ചിട്ട് ഇപ്പോൾ കുറച്ച് 6 മാസം കണ്ടായി. ഒരുപാട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര ഹൈറ്റിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്? 8 അടി ഹൈറ്റിൽ. എൻ്റെ മോനെ, എന്ന് വെച്ചാലേ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അല്ല, വാട്ടർ പ്രൂഫിങ് ഹൈറ്റ് എനിക്ക് തോന്നുന്നു 1.5 അടി തൊട്ട് 4 അടി വരെ മാക്സിമം. അവർ 2 അടിയൊക്കെ മതി. എന്ന് വെച്ചാൽ മേലോട്ട് കയറുന്നതോറും നമ്മൾ സാധാരണ നമ്മളിപ്പം ഈ 4x2 ടൈൽസ് ആണല്ലോ ഒട്ടിക്കുന്നത്. ആ ഒരു 2 ഫീറ്റ് ഹൈറ്റിൽ മിനിമം ചെയ്താൽ മതി. അതെ, നമ്മുടെ ഈ ഗുരുത്വാകർഷണ ബലം കാരണം വെയിറ്റ് മാക്സിമം കയറുമ്പോൾ അത്രയും താഴോട്ട് വീഴാനുള്ള ചാൻസും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പം പല കമ്പനിയായിട്ട് സംസാരിച്ചു. അപ്പം ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 ഫീറ്റ് 1.5 അടി മതി. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലോട്ട് കണ്ടിന്യൂസ് വെള്ളം വീഴത്തില്ല. ഒന്ന് ഷവർ ചെയ്യുമ്പോഴായാലും വീണാലും പെട്ടെന്ന് വെള്ളം താഴോട്ട് വരും. പിന്നെ സ്പേസർ ഇട്ട് അപ്പോക്സി ഫിൽ ചെയ്യുന്നുണ്ട്, അകത്തോട്ട് വെള്ളം കയറാനുള്ള ചാൻസ് കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ബേസിക്കായിട്ട് വെള്ളം കെട്ടി നിൽക്കാനും അങ്ങനെയൊക്കെയുള്ള ചാൻസ് വരുന്ന ഈ ഒരു 2 ഫീറ്റ് താഴെയാണ്. 2 ഫീറ്റ് വരത്തില്ല, വളരെ കുറവാണ്. അതിൽ നമ്മൾ സേഫ്റ്റി ഇട്ടിട്ടാണ് ഈ 2 ഫീറ്റ് വരെ പോകുന്നത് അല്ലേ? അങ്ങനല്ലേ സുനീറൊക്കെ ചെയ്യുമ്പോൾ? അങ്ങനല്ലേ? അപ്പോൾ അതിൻ്റെ മേളോട്ട് വേണമെങ്കിൽ ചെയ്യാം ഇല്ലേ? ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ ചെയ്യാതിരിക്കുക. ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വീണ്ടും കൂടുകയാണ്. അത്രയും. പിന്നെ ഇതിനകത്ത് റബ്ബർ പോളിമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മേളോട്ട് പോകുമ്പോൾ പിടുത്തം കുറയാനുള്ള ചാൻസ് കൂടി വരികയാണ്. നല്ല ഹയർ ഗ്രേഡ് ഗമ്മിലോട്ട് പോയി കഴിഞ്ഞാൽ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ബേസ് ഗ്രേഡ് ഉപയോഗിക്കരുത്. 3rd ഗ്രേഡ് തൊട്ട് മേളോട്ടുള്ള ടോപ്പ് ആൻഡ് വേരിയന്റ് ഗമ്മ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിടുത്തം കൂടും. വെച്ചാൽ ഗ്ലേസ്ഡ് സർഫസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗമ്മ്, ചുരുക്കം പറഞ്ഞാൽ അതാണ്. ഗ്ലേസ്ഡ് സർഫസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗമ്മ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാം. എൻ്റെ മൈക്കൊക്കെ അങ്ങ് പോയി, ഇതങ്ങനെ അങ്ങ് പോയി. പറയുന്നത് കേട്ടിട്ട് പോയി, തള്ളത് കേട്ടിട്ട് പോയായിരിക്കും. ഇല്ല, നമ്മളെ ചിലപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വാലിന്തല ഇല്ലാത്തൊരു സാധനമായിട്ട് ഇത് ഫീൽ ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ഒരു ഡൗട്ട് വന്നതുകൊണ്ട് ജസ്റ്റ് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു കോണ്ടന്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ ഇപ്പോൾ എല്ലാവരും പറയും നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യണം, അതേപോലെ തന്നെ സ്പേസർ ഇട്ടിട്ട് എപ്പോക്സി ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, വാട്ടർ പ്രൂഫ് ചെയ്യൽ നിർബന്ധമാണോ ടോയ്ലറ്റിൽ? ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ്. ബാത്റൂമിൽ മസ്റ്റായിട്ട് ചെയ്യണം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. കാര്യം ബാത്റൂമിൽ മസ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നത്, പലരും അതിന് പ്രിഫർ ചെയ്യുന്ന ബാത്റൂമുകളും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പലരും മേളത്തെ ഏരിയയിൽ വാട്ടർ പ്രൂഫ് ചെയ്യാം, താഴത്തെ ചെയ്യരുതെന്ന് പറയും. കോസ്റ്റ് കുറയ്ക്കാൻ. ഞാൻ പറയും നിങ്ങളെ മേളത്തെ ഇതിലും കുഴപ്പമില്ല, താഴത്തെ ചെയ്യണം എന്ന് പറയും. എല്ലാ ബാത്റൂമും മസ്റ്റാണ്. ഇനിയിപ്പോൾ മേളത്തെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ താഴത്തെ ചെയ്തതിന് ശേഷം മാത്രമേ മേളത്തിനെ ചിന്തിക്കാവുള്ളൂ എന്ന് പറയും. കാര്യം എന്താ വെച്ചാൽ താഴത്തെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് മുഴുവൻ താഴത്തെ ബാത്റൂം. കാണുന്നവർ മുഴുവൻ വന്ന് കാണുന്നതും കയറുന്നതും എടുക്കുന്നതും പിടിക്കുന്നതൊക്കെ ആ ബാത്റൂമിലായിരിക്കും. ഇതൊന്നും ഒഴിവായി ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടതും ഏറ്റവും ഫൈനലായിട്ട് ചെയ്യേണ്ടതും ശരിക്കും ഫസ്റ്റ് താഴത്തെ ബാത്റൂമാണ്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിനെ സംബന്ധിച്ചിടത്തോളം
താഴെ എന്തെങ്കിലും ലീക്ക് വന്നു, അതായത് ഫ്ലോറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് അറിയില്ല. ഇത് ക്യാപിലറി ആക്ഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അറിയും. മുകളിലാണെങ്കിൽ ഫ്ലോറിൽ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ അറിയും. കാര്യം ലീക്കേജ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ പലരും പറയുന്നത് താഴെ ചെയ്യാതെ മേളിൽ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് ബാത്റൂമുകളിലും വാട്ടർ പ്രൂഫിങ്ങും ടെർമൈറ്റ് പ്രൂഫിങ്ങും മസ്റ്റാണെന്ന് പറയും. ടെർമൈറ്റ് പിന്നെ ലൂസ് ഓയിൽ ഉള്ളിടത്തും ഇത് വരാത്തടത്തും ഒഴിവാക്കാമെന്ന് വെക്കാം. ഓക്കെ, പക്ഷേ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ സാധനം 100% ചെയ്തേ പറ്റുള്ളൂ. ഇനി രണ്ടാമത് വന്നു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് മസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത് ഇനി അടുത്തത് നമുക്ക് ബാത്റൂമിലേക്ക് എത്ര ഹൈറ്റ് വരെ ഇത് ചെയ്യണം. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഈ പറഞ്ഞതുപോലെ 8 അടി ഹൈറ്റ് അതിലൊന്നും ചെയ്യേണ്ട. നമ്മൾ സാധാരണ പലപ്പോഴും ടൈല് നമ്മൾ ലേ ചെയ്യുന്ന തന്നെ 7 ഫീറ്റാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടിയൊക്കെ ഫുൾ ഹൈറ്റിൽ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എത്ര ഫീറ്റിൽ വാട്ടർ പ്രൂഫ് ചെയ്യണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. 1.5 അടി മുതൽ 2 അടി വരെ മാക്സിമം ആണ് അല്ലേ. പിന്നെ അതിൻ്റെ ഫ്ലോർ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ടൈൽ ലേ ചെയ്യുന്നത് അല്ലേ. ഇതിനകത്ത് സിമൻറ്റ് ഉപയോഗിച്ചിട്ട് ലേ ചെയ്യണോ അധസീവ് ഉപയോഗിച്ചിട്ട് ലേ ചെയ്യണോ എന്നുള്ളതാണ്. നിർബന്ധമായും ഇപ്പോൾ ഒന്ന് ആദ്യമായിട്ട് പറയാം, ടൈല് പണ്ട് ഉപയോഗിച്ചിരുന്ന പ്രോപ്പർ വാൾ ടൈൽ തന്നെയാണ്. ഈ വാൾ ടൈലിന് കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവാണ്. അപ്പം ഇളകി വീഴാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. ഇളകി വീഴും, പ്രോപ്പറായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഏത് ടൈലാണ് ഇളകി വീഴും. ഇപ്പോൾ ഒട്ടിക്കുന്നത് 4x2 ടൈൽസാണ്. ആക്ച്വലി ഇത് ഫ്ലോർ ടൈൽ എടുത്ത് വാൾ ടൈലായിട്ട് ഒട്ടിക്കുകയാണ്. അതായത് ബാത്റൂം ടൈൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പം ഇല്ല, മാറി. ഇപ്പം മാനുഫാക്ചർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര അവരൊക്കെ ഭയങ്കര മോശം അവസ്ഥയിലാണ്. കാരണം വാൾ ടൈൽ പാരി മേടിക്കുന്നില്ല, ഫ്ലോർ ടൈൽ എടുത്ത് വാൾ ഒട്ടിക്കുകയാണ്. സ്റ്റോക്ക് ഇരിക്കുന്നു, അട്ടി കണക്കിരിക്കുന്നു, അത് ഇരിക്കുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്ലോർ ടൈലാണ് എടുത്ത് വാൾ ടൈലായിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ ഫ്ലോറിന് വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രോപ്പർലി. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്തും അതിൻ്റെ ബാക്ക് സൈഡ് ആയാലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിന് വേണ്ടിയിട്ടാണ്. ഈ ടൈൽ എടുത്തിട്ട് വാൾ ഒട്ടിക്കുമ്പോൾ ഇളകി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനുള്ള സ്ട്രെങ്ത് മാക്സിമം കൊടുക്കുക. പ്രോപ്പർ ഗം ഉപയോഗിക്കാം. ഏറ്റവും ബേസ് ഗ്രേഡ് ഗം ഉപയോഗിക്കാതെ ഹയർ ഗ്രേഡ് ഗമ്മിലേക്ക് തീർച്ചയായിട്ടും പോകണം. അല്ലാതെ നമ്മൾ ഒരു സൗന്ദര്യം മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ സൗന്ദര്യം കീപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇനി കോൺട്രാക്ട് കൊടുക്കുമ്പോഴായിക്കോട്ടെ ഇത് സൗന്ദര്യം കീപ്പ് ചെയ്യുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്ക് എൻഡ് ചെയ്യണം. കാരണം പ്രോപ്പർ ഗം ഉപയോഗിച്ച് തന്നെ ഇത് ഒട്ടിക്കുക. അല്ലെങ്കിൽ ഇത് 2 വർഷം കഴിയുമ്പോൾ ഇളകി വീണ് കഴിഞ്ഞാൽ ആ ടൈല് പൊട്ടി, ആ ഗമ്മ് പോയി, ലേബർ കോസ്റ്റ് കയ്യിൽ നിന്ന് പോയി. അതൊക്കെ പാവപ്പെട്ട പെയിന്റർ മണ്ടയിൽ ഹ്യൂജ് ലോസിലേക്ക് പോകുന്ന അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെറിയൊരു എക്സ്പെൻസേ അഡീഷണൽ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് വരികയാണെങ്കിൽ അപ്പം നമ്മൾ താഴത്തെ ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് എനിക്കൊന്ന് ക്യാപിറ്റൽ റിയാക്ഷൻ കുറെ ഒഴിവായി കിട്ടും. ബാത്റൂം സൈഡിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്യൂസ് വരുന്നത്. ബാത്റൂം ക്യാപിറ്റൽ റിയാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോഴത്തേക്കും പ്ലിന്ത് ഏരിയ തൊട്ട് വാട്ടർ പ്രൂഫിംഗ് ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ക്യാപിറ്റൽ റിയാക്ഷൻ സൈഡ് തന്നെയാണ് കാണാറ്. അപ്പോൾ കൂടുതൽ ബെഡ്റൂമിന്റെ സൈഡ്, ഈ ബാത്റൂമിന്റെ സൈഡിലെല്ലാം മിക്കവാറും ഏറ്റവും കൂടുതൽ ഫസ്റ്റായിട്ട് വരുന്നൊരു ഏരിയ അല്ലേ. എനിക്ക് താഴത്തെ ഫ്ലോറിലാണ് കൂടുതൽ വിസിബിൾ ആവുന്നത്. ആൾക്കാർ വരുമ്പോൾ നമുക്ക് നാണക്കേടാണ്, ബുദ്ധിമുട്ടാണ് അല്ലേ. തീർച്ചയായിട്ടും താഴത്തെ ഫ്ലോറിൽ മസ്റ്റായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം 2 ഫീറ്റ് മാക്സിമം ഹൈറ്റ് അല്ലേ. അത് നല്ല എക്സ്പെർട്ടായിട്ടുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ ഈ ഗം ഉപയോഗിക്കുമ്പോൾ ഹയർ ക്വാളിറ്റി ഗം ഉപയോഗിക്കുക. പല ബ്രാൻഡിനും പല ഗ്രേഡ്സ് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റാത്തത്. പലതും ഇപ്പൊ കജാരിക്ക് ഒരു രീതിയിലാണ് പറയുന്നത്, ലാറ്റർഗേറ്റിന് മറ്റൊരു രീതിയിലാണ് പറയുന്നത്, അതുപോലെ എൻഡുറയ്ക്ക് മറ്റൊരു വരുന്നുണ്ട്. ഇപ്പൊ നിപ്പോൺസ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ഹൈ എൻഡ് ഗ്രേഡ് നോക്കി മേടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. ஆனால் ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഇതൊക്കെ ചെയ്തിരുന്നാലും ഈ പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതാണ് പലപ്പോഴും ആൾക്കാർ പെട്ടുപോകുന്നത്. എൻ്റെ വീട് വാട്ടർ പ്രൂഫ് ചെയ്തു, ഇനി അതുപോലെ തന്നെ അധസീവ് ഉപയോഗിച്ചിട്ട് ഞാൻ ടൈല് ഫിക്സ് ചെയ്തു, എന്നിട്ടും ഒന്നുകിൽ ഇത് ലീക്കേജ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇളവി വീഴുന്നു എന്ന് പറയുന്നതിനകത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ അധസീവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം പലപ്പോഴും ചില കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ ഈ അധസീവിൽ സിമന്റ് മിക്സ് ചെയ്യും. അത് മിക്സ് ചെയ്യുന്നില്ല, നിരന്തരം അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സിമന്റിന്റെ ഗുണവും ചെയ്യില്ല, അധസീവിന്റെ ഗുണവും ചെയ്യില്ല, രണ്ടും പോയി. പാലിൽ വിഷം ചേർത്ത പോലെ. അതല്ല എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു സിമന്റിന്റെ കൂട്ട് പറയും. ഇപ്പം 10 ചാക്ക് മണല്, 2 ചട്ട 3 ചാക്ക് സിമെന്റ്, അങ്ങനെ ഒരു റേഷ്യോ ഉണ്ടല്ലോ, പ്രോപ്പർ റേഷ്യോ. ഈ റേഷ്യോ കൂടിയാൽ തന്നെ ഇതിന്റെ ആ സ്ട്രെങ്ത് പോയി, കൂടിയാലും കുറഞ്ഞാലും വിഷയമാണ്. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് സിമെന്റ് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ആ ഒരു കോമ്പൗണ്ടിങ് സ്ട്രെങ്ത് മാറി. അല്ല, ഇത് അറിഞ്ഞുകൂടാത്ത കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുമെന്ന് അറിയാം. അധസീവ് വേണമെന്ന് ഷോപ്പുകാർ പറയും, ബാത്റൂം ഒട്ടിക്കാനായിട്ട് നിങ്ങൾ അധസീവ് യൂസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ലേബേഴ്സിനെ ഇറക്കി നിർത്തിക്കുക, ഡെയിലി വേജസിന് അവരെടുക്കൽ പറയും കുറച്ച് സിമെന്റ് കൂടെ അതിനകത്ത് മിക്സ് ചെയ്യാൻ പറയും. അത് അറിവില്ലായ്മയാണ്. അല്ല, അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ.
പല കേസുകളിൽ കോൺട്രാക്ടേഴ്സ് പണിയുന്ന വീടുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് ഒരു കസ്റ്റമർ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വാട്ടർ പ്രൂഫ് ചെയ്തു എന്നോ അല്ലെങ്കിൽ ചെയ്യുമെന്നോ ക്ലെയിം ചെയ്തതിന് ശേഷം അത് ചെയ്യാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്, ഗ്രൗട്ട് കലക്കി ഒഴിച്ച് ചെയ്യുക. അപ്പം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗം എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണേ, ഗം എന്ന് പലരും വിചാരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ഗം ഏതാണ്, പശ എന്ന് പറയുന്നത് ഫെവിക്കോൾ പോലുള്ള വൈറ്റ് കളറ് ഗം, അതായത് ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം. അപ്പോൾ സിമെൻറ്റേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നോ അതിൻ്റെ കളർ ഇന്നതാണ്. ഇപ്പോൾ രണ്ടിനും 2 ഗ്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ 2 കളറും അവൈലബിളാണ്. വൈറ്റ് ഗം ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേയും ഉണ്ട്. അതായത് നിങ്ങളൊരു ഇതാണ് ഒട്ടിക്കുന്നതെങ്കിൽ വൈറ്റ് കളറിൽ നാനോ വൈറ്റ് പോലുള്ള സൈഡുകൾക്കൊക്കെ വൈറ്റ് ഗമ്മാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഗം എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് പശ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയുള്ള മെറ്റീരിയലാണ്, ഇത് സിമെൻറ്റേഷ്യസ് ആണോ, അതിൻ്റെ കളർ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളൊന്ന് ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അത് ചോദിക്കാനായിട്ട് ആരോടും മടി വിചാരിക്കണം. പലരും നാണക്കേട് കൊണ്ട് അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരാളെ നിങ്ങളെ വന്നിട്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ നിരന്തരം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ആ സാധനം, ഗമ്മാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഗമ്മും സാധാ നമ്മുടെ മണൽ സിമെൻറ്റ് ചാന്തും തിരിച്ചറിയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാകുകയാണ്. അതുവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചേർക്കുന്ന പിന്നെ വാട്ടറിന്റെ ഇതിനകത്ത് പോലും കൃത്യമായിട്ടുള്ള സൈസ് ഉണ്ട്. അതുകൂടിയാലും ഇതിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടും ബാത്റൂമിൻ്റെ മറു സൈഡിൽ ക്യാപ്പിലറി ആക്ഷൻ പോലുള്ള സാധനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ, അതായത് വൺ സൈഡ് കാണൂല, കാര്യം നമ്മൾ ടൈൽ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് ശരിക്കും പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പ്ലംബിങ്ങിൽ വരുന്ന ലീക്കുകളാണ്. ഇത് പലപ്പോഴും ശ്രദ്ധിക്കൂല. ഈ പല പ്ലംബേഴ്സും ഇതിൻ്റെ കൺസീൽഡ് എല്ലാം ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫ് മോഡൽ ചെയ്യുന്നു, ടൈൽസ് ഒട്ടിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ലീക്കേജ് കാണും. പ്രോപ്പറായിട്ട് നമ്മളെ PVC പൈപ്പുകൾ തമ്മിൽ ജോയിൻ്റ് ആയിരിക്കില്ല. അതിന് ചെയ്യാനുള്ളത് ശരിക്കും കൺസീൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടാങ്കിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് ചെക്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പ്രഷർ കൃത്യമായി ചെക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ പ്രഷർ ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം. കാരണം കൺസീൽഡ് ആയതുകൊണ്ട് നമുക്ക് പിന്നീട് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് ലോസ് വരും. അല്ല, കണ്ടെത്തൽ തന്നെ വലിയ പാടാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ എത്ര മെനക്കെട്ട പരിപാടിയാണ്. ടൈൽസ് മൊത്തം പോവും. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് അവർ വീണ്ടും കുത്തിപ്പൊട്ടിക്കണം, ഒന്നേന്ന് പ്ലംബ് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടൈൽ ഒട്ടിക്കുമ്പോൾ ഗമ്മ് പ്രോപ്പർ ഗ്രേഡ് മേടിക്കുക എന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, സാധാരണ നമ്മൾ ടൈലിൻ്റെ ബാക്കിൽ ഗമ്മ് തേച്ചിട്ട് ഭിത്തിയിലിട്ട് ഒട്ടിക്കുകയാണ്, അതാണ് പ്രോപ്പർ രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, തിരിച്ചാണ് ചെയ്യേണ്ടത്. ഗമ്മ് ഭിത്തിയിൽ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ട് അവിടേക്കാണ് ടൈൽ ഒട്ടിക്കേണ്ടത്. ഇതിനകത്ത് ഈ വാട്ടർ പ്രൂഫിങ് ടോപ്പ് വരെ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ആ ഒരു ഗ്ലേസ് സർഫസിലേക്ക് ഗമ്മ് പ്രോപ്പറായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണം എന്ന് നമ്മൾ കുറച്ച് പേരായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം ഒന്ന് ഗമ്മ് ഉപയോഗിക്കുക, പ്രോപ്പർ ഗമ്മ് ഉപയോഗിക്കുക. ഈ പറഞ്ഞ പോലെ സിമെൻറ്റോ അങ്ങനെയുള്ള അഡീഷൻസ് ഒന്നും അതിനകത്ത് കൊണ്ടുവരാതിരിക്കുക. പിന്നെ ടൈലിൻ്റെ പുറത്തല്ല ഒട്ടിക്കേണ്ടത്, ഗമ്മ് ഭിത്തിയിലേക്ക് തേച്ചിട്ട് ആ സർഫസിലേക്ക് തേച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് ടൈൽ ചെയ്യുക. ഈ രീതിയിലേക്ക് ചെയ്യാനാണ് ഇനി ചെയ്യണം. വാട്ടർ പ്രൂഫിംഗ് നമ്മൾ സെപ്പറേറ്റ് പറയേണ്ട ഒരു വിഷയമാണ്. പിന്നെ വാട്ടർ പ്രൂഫിംഗ് നമ്മൾ സംസാരിച്ചാണല്ലോ, മുമ്പ് അതിന് കാണാത്തവരെ ഒന്ന് കാണുക. പിന്നെ ഇപ്പം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ നിരന്തരം പറയും. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞങ്ങൾ കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും വളരെ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അജഗജാന്തരമാണ്. സോ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതെ, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോ. ഞങ്ങളുടെ ഈ സമയം ഒക്കെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ആകെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ ചോദിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നില്ല എന്ന് പറയും. ഇല്ല എന്ന് പറയുന്നില്ലല്ലോ, കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ പോഡ്കാസ്റ്റിന് ആ കൂട്ടത്തിൽ കൂട്ടരുത്. അതെ, ഇത് ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ എക്സസ് ചെയ്യണം. എപ്പോഴും പറയുന്നത് വീണ്ടും പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോറടിക്കുക, അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ സംസാരിച്ചത് ഇങ്ങനെ ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴാണ് നമുക്കും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമെങ്കിൽ എല്ലാവർക്കും അറിയത്തില്ല. നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ഈ ഒരു ഇഷ്യൂ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ഈ പുള്ളി ആ ഗമ്മ് കമ്പനിയായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവരും പറയുന്നത് നിങ്ങൾ ഒട്ടിച്ചത് ശരിയായില്ല, പല റീസൺസാണ് പറയുന്നത്. എന്നാൽ അവരിത് ഒരു റിട്ടേൺ ആയിട്ടോ ഒക്കെ കൊടുക്കാൻ തയ്യാറൊന്നുമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് 2-3 പേരായിട്ട് സംസാരിച്ചു, പല ബ്രാൻഡുമായിട്ട് സംസാരിച്ചപ്പോഴും അവരുടെ ഞാൻ ചോദിച്ചു, ഉറപ്പാണോ നിങ്ങളിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞപ്പോഴും അവർ കോൺഫിഡൻറ്റോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒട്ടിക്കേണ്ട രീതി ഇങ്ങനെ തന്നെയാണ്. അപ്പം ഓരോരോ കാര്യങ്ങൾ വരുമ്പം ഓരോരോ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി പറയാനുള്ളൊരു കാര്യം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 10 പാക്കറ്റ് ഗം എടുത്താൽ പോലും നമ്മുടെ കമ്പനി എടുത്തുനിന്നൊരു ഡെമോ വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ
പൊട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകളിൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ സ്റ്റാഫ് ഉണ്ട് ഇതിന്, എല്ലാ ഏരിയയിലും ആളുണ്ട്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിന്. അവരെ തീർച്ചയായിട്ടും അവർ വിളിച്ച് ഫോൺ വഴി അവർ കൺസൾട്ട് ചെയ്ത് തരും. അതിന് ഇനി വരേണ്ട കേസാണെങ്കിൽ അവർ അങ്ങനെ ചെയ്തു തരും. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇത് ഇങ്ങനെയുള്ള സർവീസ് ഒന്നും നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ യൂസ് ചെയ്യാറില്ല. അത് തീർച്ചയായിട്ടും ചെയ്യണം. അത് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിയോ ഒന്നും കൺസിഡർ ചെയ്യാറില്ല പലപ്പോഴും. അപ്പോൾ അവർ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. കാരണം അവരെപ്പോഴും ഉദ്ദേശിക്കുന്നത് അവരുടെ ബ്രാൻഡിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കണം. അത് ഈ അഡസീനൊന്നും മാത്രമല്ല, എല്ലാ പ്രോഡക്റ്റിനും ഉണ്ട്. ഇപ്പോൾ അപ്പോക്സിക്കുണ്ട്, ഇപ്പോൾ അതുപോലെ ബാത്റൂം ഫിറ്റിങ്സിനുണ്ട്, ജാഗിയർ അങ്ങനെയുള്ള പ്രീമിയം ബ്രാൻഡ്സിനെല്ലാം അത്തരത്തിലുള്ള സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. അല്ല, ചെറിയൊരു സംശയമായിരുന്നെങ്കിലും വളരെ നല്ലൊരു കണ്ടന്റാണ് ഇതിൽ. ഒരു ഇപ്പോഴെങ്കിലും ഇത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും നമുക്ക് ഇത്ര വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി. ഇപ്പോൾ ചില വർക്കൊക്കെ കോൺട്രാക്ട് കൊടുത്തിട്ട് ഇപ്പോൾ ആ കോൺട്രാക്ട് വന്നിട്ട് 2 അടി ഹൈറ്റിലേക്ക് ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് പറയാൻ പറ്റത്തില്ല, മുകളിൽ വരെ അടിക്കണം. അപ്പോഴത്തേക്ക് ഇല്ല, ഇത് ഇത്ര അടിച്ചാൽ അത് നിങ്ങളുടെ ലാഭത്തിന് നിങ്ങൾ പറയുന്നതാണ്, അതങ്ങനെ പറ്റത്തില്ല, മുഴുവനും അടിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ ഇതോട് കൂടിയിട്ട് കാണുന്നവർക്ക് ഒരു പരിഹാരമാവും വിശ്വസിക്കുന്നു അല്ലേ. അതിനകത്ത് ഒരുപാട് വലിച്ചു നീട്ടാനൊന്നും ഇല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. നമുക്ക് എന്തോ 2 പേർക്ക് ഭയങ്കര മെച്ചൂരിറ്റി വന്നിരിക്കുന്നു വീഡിയോ. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോഴത്തെ മെച്ചൂരിറ്റിയോ എന്നാ മെച്ചൂരിറ്റി? രാവിലെ ഇല്ലാത്ത എന്തോന്ന് മെച്ചൂരിറ്റി വൈകുന്നേരം ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ് വീണ്ടും കാണാം. അതിനാ ഞാൻ പറഞ്ഞേപ്പോ